മോഹൻലാലിന്റെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ചിത്രമായ വൃഷഭയ്ക്ക് ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്ന് റിപ്പോർട്ടുകൾ. വരും ദിവസങ്ങളിൽ കാര്യമായ നേട്ടമുണ്ടാക്കാൻ ചിത്രത്തിനായില്ലെങ്കിൽ ഇന്ത്യയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിൽ ഒന്നായി വൃഷഭ മാറിയേക്കും. ക്രിസ്മസ് റിലീസായി എത്തിയ മോഹൻലാലിന്റെ ബ്രഹ്മാണ്ഡ ചിത്രമാണ് വൃഷഭ. തെലുങ്കിൽ ഒരുക്കിയ പാൻ ഇന്ത്യൻ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നന്ദകിഷോറാണ്. 70 കോടി രൂപ ബജറ്റിൽ 2022 അനൗൺസ് ചെയ്ത ചിത്രം ഈ വർഷമാണ് ഷൂട്ട് പൂർത്തിയാക്കിയത്. നിരവധി തവണ റിലീസ് നീട്ടിവെച്ചതിന് പിന്നാലെയാണ് ചിത്രം റിലീസ് ചെയ്തത്. ആരാധകർ വലിയ ആകാംക്ഷയോടെ വരവേറ്റ ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. സമീപകാലത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് പരാജയങ്ങളിലൊന്നായി വൃഷഭ മാറുകയാണെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റിലീസിനെത്തി ആദ്യ ശനിയാഴ്ച രാജ്യവ്യാപകമായി ചിത്രത്തിന് 25 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് നേടാനായത്. കഴിഞ്ഞ വർഷം ഇതേ സമയം തിയേറ്ററുകളിലെത്തിയ മോഹൻലാൽ ചിത്രം ബറോസിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ചിത്രം നേരിടുന്നത്. വരും ദിവസങ്ങളിൽ കളക്ഷനിൽ കാര്യമായ നേട്ടമുണ്ടാക്കാനായില്ലെങ്കിൽ ഇന്ത്യയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിലൊന്നായി വൃഷഭ മാറിയേക്കും. റിപ്പോർട്ടുകൾ അനുസരിച്ച് 70 കോടിയോളം ബജറ്റിൽ നിർമ്മിച്ച ചിത്രത്തിന് ആഭ്യന്തര കളക്ഷനായി 1.16 കോടി രൂപ മാത്രമാണ് 3 ദിവസം കൊണ്ട് നേടാനായത്. ബറോസ് ഈ കാലയളവിൽ 1.25 കോടി രൂപ വരുമാനമുണ്ടാക്കിയതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വൃഷഭയുടെ മലയാളം പതിപ്പ് 3-ാം ദിവസം കൊണ്ട് വെറും 15 ലക്ഷം രൂപ മാത്രം നേടിയപ്പോൾ തെലുങ്ക് പതിപ്പ് 6 ലക്ഷം രൂപയും ഹിന്ദി പതിപ്പ് 2 ലക്ഷം രൂപയും കന്നഡ പതിപ്പ് 1 ലക്ഷം രൂപയും മാത്രമാണ് നേടിയത്. ഡിസംബർ 28 ഞായറാഴ്ച വൈകുന്നേരം 5 മണിവരെ ചിത്രത്തിന്റെ ആഗോള വരുമാനം 1.25 കോടി രൂപ മാത്രമാണ്. ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ അതിശക്തമായ കഥയാണ് ചിത്രം പറയുന്നത്. രാജാ വിജയേന്ദ്ര വൃഷഭയായും പുതിയ കാലഘട്ടത്തിലെ ബിസിനസ്സുകാരനായും മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നുണ്ട്. വമ്പൻ ക്യാൻവാസിൽ ഒരുക്കിയ ചിത്രം താരനിര കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും സമ്പന്നമാണ്. മോഹൻലാലിനൊപ്പം മകനായി തെലുങ്ക് നടൻ റോഷൻ മേഘയും ഷനായ കപൂറും സാറ ഇസ് ഖാനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. സഞ്ജയ് കപൂറിന്റെ മകൾ ഷനായ കപൂർ പാൻ ഇന്ത്യൻ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണത്. ശോഭ കപൂർ, ഏക്താർ കപൂർ, CK പത്മകുമാർ, വരുൺ മാത്തൂർ, സൗരഭ് മിശ്ര, അഭിഷേക് വ്യാസ്, വിശാൽ ഗുർനാനി, ജൂഹി പരേഖ് മേത്ത എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആശീർവാദ് സിനിമാസാണ് ചിത്രം കേരളത്തിലെത്തിച്ചത്. വമ്പൻ ക്യാൻവാസും താരനിരയുമുള്ള ചിത്രം ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. മോഹൻലാൽ എന്ന നടന്റെ കരിയറിൽ ആദ്യമായാണ് അദ്ദേഹം ഒരു രാജാവായി അഭിനയിക്കുന്നത്. മോഹൻലാലിനൊപ്പം ഒട്ടേറെ മികച്ച അഭിനേതാക്കളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. രാഗിണി ദ്വിവേദി, സമർജിത് ലങ്കേഷ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആന്റണി സാംസൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് KM പ്രകാശാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.